റിയാലിറ്റി ഷോകളുടെ തുടക്കകാലം മുതൽ 2000 തൊട്ട് തന്നെ ഇങ്ങോട്ടേക്കുണ്ട്. എന്താണ് റിയാലിറ്റി ഷോയിൽ സാബുമോൻ കാണുന്ന ഒരു പരിണാമം? മലയാളത്തിൽ ആക്ച്വലി റിയാലിറ്റി ഷോസ് ഭയങ്കര കുറവാണ്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റിനെ നമ്മളുടെ ചാനലുകൾ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അതിൽ അവർ കുറച്ച് ഫിക്ഷനും ഡ്രാമയും എല്ലാം കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഒരു ഒറിജിനൽ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഷോസ് മാത്രമേ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആക്ച്വലി വന്നിട്ടുള്ളൂ. പ്രോഗ്രാമുകളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കാര്യം എന്താണെന്നറിയോ, ഈ റിയാലിറ്റി ഷോസിനകത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ചെയ്യുന്നവർക്ക് റിയാലിറ്റി ഷോയുടെ ആക്ച്വൽ കോൺസെപ്റ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പ്രൊഡക്ഷൻ സൈഡിൽ ഇവരതിനകത്ത് കുറേ ഡ്രാമ പർപ്പസ്ഫുള്ളി കുത്തി നിറയ്ക്കും. റിയാലിറ്റി ഷോ മീൻസ് ഭയങ്കര റോ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് ഉണ്ടായി വരുന്ന ഡ്രാമയും സാധനങ്ങളും ഒക്കെയാണ് ഒരു യഥാർത്ഥ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. നമ്മളുടെ നടക്കുന്ന ഒരുവിധപ്പെട്ട റിയാലിറ്റി ഷോസ് എല്ലാം പിന്നെ നമ്മൾ റിയാലിറ്റി എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ റീഷൂട്ട് ചെയ്ത് വീണ്ടും ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഷോകളാണ്. ഇപ്പം റിയാലിറ്റി ഷോകളുടെ തന്നെ ഇപ്പോൾ തരികിട പോലൊരു ഷോ, അതിന് പല വിധത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിപ്ലിക്ക. ഞാൻ ചെയ്തിരുന്ന ഷോ പോലെയുള്ള പിന്നെ ഷോകൾ ആക്ച്വലി അത്രയും ജെന്യൂനായിട്ട് പിന്നെ വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പം കാണുന്ന ഇപ്പോൾ യൂട്യൂബിൽ ഉൾപ്പെടെ അങ്ങനത്തെ പ്രാങ്ക് ഷോകൾ കാണുന്നത്, നമുക്ക് പ്രാങ്ക് ഷോ കാണുമ്പം പ്രാങ്ക് ഷോസിനകത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലായി. കാരണം മനുഷ്യരുടെ നാച്ചുറൽ റിയാക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞ് തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ അപൂർവം സമയങ്ങളിലൊക്കെ ചിലത് കാണാറുണ്ട് ഒറിജിനൽ റിയാക്ഷൻസ്. പക്ഷേ ഞാൻ എൻ്റെ നിരന്തരമായ ഇൻ്റർവ്യൂകളിൽ ഞാൻ പിന്നെ എന്നോട് ചോദിക്കപ്പെടുകയും തിരിച്ച് പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് തമാശ എന്ന് പറയുന്നതിൻ്റെ പരിധി എവിടം വരെയാണ് എന്നുള്ളത്. ഈ പ്രാങ്ക് ഷോകളുടെ കാര്യം, ഈ ആളെ പറ്റിക്കുന്ന പരിപാടി എന്ന് മലയാളത്തിൽ പറയും. ആളുകൾ പറ്റിക്കപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു രസം എന്നുള്ള അതിൽ തമാശയുടെ ലെവൽ എവിടം വരെ കൊണ്ടുപോകാം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണ്. തരികിടയുടെ ഒരു എപ്പിസോഡ് എടുത്ത് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരാളുടെ കുട്ടികൾ ടൂറ് പോകാൻ വരും. ഞാനത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹൃദയവേദന ഉണ്ടാക്കുകയും ഞാൻ ഭയങ്കര ട്രാൻസ്ഫോർമേഷന് വിധേയമാവുകയും ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡാണ്. അതെ, ഒരു കുട്ടിയിൽ മോഷണകുറ്റം ആരോപിക്കുന്നു, എല്ലാവരും. പക്ഷെ അങ്ങനെയുള്ളത് കാണാൻ തന്നെയല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടം? ആ രീതിയിലൂടെ ഒരു കണ്ടന്റ് പ്രൊഡ്യൂസർ ചിന്തിക്കണ്ടേ? ബഹുജനം പലവിധം എന്ന് പറയും. ആക്ച്വലി അങ്ങനെ കാണാനാണോ ജനം ഉദ്ദേശിക്കുന്നത് എന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, ഇത് സംവിധാനം ചെയ്യുന്ന ആൾ തീരുമാനിക്കണം. കാരണം അയാളുടെ മാനസിക നില അനുസരിച്ചായിരിക്കും അത് പോകുന്നത്. മനസ്സിലായി? യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ മനുഷ്യർ അങ്ങനെ വയലൻസും ഇതുമൊക്കെ കാണുന്നതിലാണോ രസം എന്നുള്ളത്, നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അവർ നമുക്ക് ടോൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം സാധാരണ അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എപ്പിസോഡ് എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹംഗറിയിൽ ഒരു യുവാവിന് 4 സ്ത്രീകളെ വരെ വിവാഹം ചെയ്യുക എന്ന് പറയുന്നൊരു ഫാക്ട് എടുത്ത് പറയുന്നു. അപ്പുറത്ത് ശ്വേതാമേനോനുണ്ട്, അവരും ഒരു കൗണ്ടർ പാർട്ട് അതുപോലെ മറ്റൊരു ഫാക്ട് എടുത്ത് പറയുന്നു. 99 വയസ്സുള്ള ഒരു വൃദ്ധൻ 96 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള വൃദ്ധയെ ഡിവോഴ്സ് ചെയ്തു. 70 വർഷം മുമ്പ് അവർക്ക് ലഭിച്ചൊരു പ്രണയലേഖനത്തെ ചൊല്ലി എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ഫാക്റ്റുകൾ എടുത്തു വെച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഒരു ഫാക്റ്റ് പറയുമ്പോൾ, ഇപ്പോൾ പണ്ടൊക്കെ ഒരു വാട്സപ്പ് ഫോർവേഡ് മെസ്സേജസിൽ നിന്നുണ്ടായിരുന്ന ഒരു തമാശ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരു എയ്ഡ്സ് രോഗിയുടെ രക്തം ആപ്പിൾ ജ്യൂസ് കുടിക്കല്ലേ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇന്ന ഇടിവെട്ട് പാസ് ചെയ്യുമെന്ന് നാസ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ വീട്ടിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ ചെയ്തിരുന്ന ഒരു ഡ്രാമയുണ്ടല്ലോ, അതാണ് സാബുമോനിൽ ഇപ്പൊ കാണുന്നത്. അതെ, നമ്മളൊരു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പല സാധനങ്ങളും പറയും. മോസ്റ്റ്ലി ആ ഒരു എലിമെന്റിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ കുറെ ഫാക്ട്സ് പറയും, കാരണം ഇതിനെ ന്യായീകരിക്കാൻ. എന്നിട്ട് ഞാൻ പക്ഷെ അവസാനം പറയും ആ സാധനം തെറ്റായിരുന്നു, പക്ഷെ ബാക്കി പറഞ്ഞൊക്കെ കറക്റ്റ് ആയിരുന്നു എന്ന് പറയും. അപ്പൊ അതില് കണക്ട് ചെയ്ത് എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഞാൻ
എടുത്ത് വെതറും. അല്ല അല്ല, ഇത് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ നിന്ന് ഈ പ്രൊഡ്യൂസർ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഓദർ സപ്പോർട്ട് എത്രമാത്രം ഉണ്ട്? അവിടെ നിന്ന് കൂടെ ഫാക്ട് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഫുൾ കയ്യിൽ നിന്നുണ്ടെന്നാണോ? അതങ്ങനെ വരും. അല്ല, ഇപ്പോൾ ഐസ്ലൻഡിലെ ഗവൺമെന്റ് ഇങ്ങനെ സ്വാഗതം ചെയ്യാണ് യുവാക്കളെ, അവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഈ പറഞ്ഞ. അല്ല, അത് പിന്നെ ഈ അതിനകത്ത് എനിക്ക് തോന്നുന്നു റൈക്കവിക് യൂണിവേഴ്സിറ്റിയുടെ എന്തോ ഒരു സാധനമാണ്, അത് ഒട്ടും കണക്റ്റഡ് അല്ലാത്ത സാധനം. പക്ഷെ ആ സമയത്ത് അവിടെ നിന്നിരുന്നത് ക്രിസ്സാണ്. അപ്പോൾ ക്രിസ് എൻ്റെ പഴയ സുഹൃത്താണ്. അങ്ങനത്തെ ഷോസൊക്കെ ചേരുന്ന പക്ഷേ. അപ്പോൾ ക്രിസ് ഇഷ്ടംപോലെ വായിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഞങ്ങളൊരു ദിവസം സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു സാധനം പറഞ്ഞ് അണ്ണ അങ്ങനല്ല, ഈ അണ്ണാന്ന് വിളിക്കുന്നത് പ്രായത്തിൻ്റെ ഇതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു ഭാഷാ പ്രയോഗത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ പറഞ്ഞ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസ്, എനിക്കിപ്പോഴും അത് പറയാൻ അറിഞ്ഞൂടെ. അപ്പോൾ ഞാനിത് ഈ ക്വസ്റ്റ്യൻ ഇതിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് പൊളിയും. ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നു, ഇത് പൊളിയേ എന്ന് പ്രൊഡ്യൂസറോട് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അതിൻ്റെ പ്രൊനൗൺസിയേഷനും സാധനമൊക്കെ ഈ ക്രിസിന് അറിയാം. റിയാലിറ്റി ഷോനകത്ത് ഒരു ഇടയ്ക്ക് സാബ് പ്രൊഡക്ഷൻസ് ഒരു ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അന്ന് കൊടുത്തിരുന്ന ഒരു അഭിമുഖത്തിൽ, ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോഴും നമ്മുടെ ടെലിവിഷൻസ് ഏറ്റവും പുതിയ കൺസെപ്റ്റിനെ ഉൾക്കൊള്ളാൻ മാത്രം എക്യുപ്ഡ് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജപ്പാനിലൊരു ക്യൂസ് ഷോ ഉണ്ട്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഐസ് ലെവൽസിൽ ഓരോരോ കണ്ടസ്റ്റുകളെ നിർത്തുകയും ഉത്തരം പറയുന്നതനുസരിച്ച് ഐസ് ലെവൽ കുറഞ്ഞു വരികയും ചെയ്യും. ടെലിവിഷൻ്റെ ഷോസിൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് ഈ റിയാലിറ്റി ഷോസിലേക്ക് എത്തുന്നതിന് മുമ്പ് ടെലിവിഷൻ ഷോസ്, സോപ്പ് ഓപ്പറാസ് എന്ന് പറയുന്നത്, അത് നമ്മൾ വിളിക്കുന്ന നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ആണ് ഈ സോപ്പ് ഓപ്പറ എന്ന് പറയുന്നത്. വെസ്റ്റേൺ കൺട്രീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരൊരു 70-80 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സോപ്പ് ഓപ്പറാസിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്ത് വേറെ ലെവലിലേക്ക് അവരുടെ ടെലിവിഷൻ പോയി. പക്ഷെ നമുക്ക് പക്ഷെ അത് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ്. അതൊരു മാറ്റർ ഇതൊക്കെയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റും സംഭവമൊക്കെയാണ്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷാ മാധ്യമം വെച്ചിട്ട് നമുക്ക് വിൽക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ തോതൊക്കെ വ്യത്യാസമാണ്. പക്ഷെ അവരെക്കാളിലും ഒരു 10 മടങ്ങ് അപ്പുറത്താണ് ഈ ജാപ്പനീസ് ഷോകൾ, ടെലിവിഷൻ ഷോകൾ. അപ്പം ഇത് പറയുമ്പോഴേ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഏഷ്യാനെറ്റൊരു ഷോയ്ക്ക് വിളിച്ചു. അപ്പോൾ അത് സീരിയൽ താരങ്ങളെ അണിനിരത്തി മറ്റേ ആപ്പിൾ എടുക്കുമോ ഓറഞ്ച് എടുക്കുമോ, ഓറഞ്ച് എത്ര നേരം കൊണ്ട് കഴിക്കാം എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു സാബുവിനൊരു സെഗ്മെൻറ്റ് തരാം, സാബു അത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു സെഗ്മെൻറ്റ് ഞാൻ ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളുമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. അതായത് സെലിബ്രിറ്റീസ് കിഡ്സുമായിട്ട് മത്സരിക്കും. അപ്പം ഒരു ടീച്ചർ കാണും, ആ ടീച്ചർ തെറ്റുന്ന ആൾക്ക് അടി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അടി ഒറിജിനലായിരിക്കും, അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ചാനലിൽ, പക്ഷെ അത് കോമഡി ഷോ ആണ്, മറ്റേ ചാട്ടവാറിന് അടിക്കുമെന്ന് പറഞ്ഞ് തെർമോങ്ങനെ ആ പരിപാടിയില്ല. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചോണ്ട് പൊക്കോണം എന്ന് പറഞ്ഞു. ഒറ്റ ഷെഡ്യൂളിൽ ഒരു ദിവസമേ ഷൂട്ട് ചെയ്യുള്ളൂ, മൊത്തം എണ്ണം കരഞ്ഞ് നിലവിളിച്ച് ഈ പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ആ സെഗ്മെന്റ് ക്യാൻസൽ ആയിപ്പോയി. ഇറ്റ്സ് ലോങ് ബാക്ക് ആക്ച്വലി, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഇന്റർവ്യൂ വരുമ്പോൾ അവർ പറയും ഈ ദുഷ്ടമാവാവ് ഞങ്ങൾ അടിച്ചാണ് എന്ന് പറയും. എന്നറിയാമോ, ഇപ്പം റിയാലിറ്റി ഷോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പം നമ്മൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി അതിന് സമർപ്പിക്കണം, മനസ്സിലായോ? അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അഭിനയിക്കാനാണ് പിന്നെ ആക്ടേഴ്സിനെ വെച്ച് അഭിനയിച്ച് ഫിക്ഷനായിട്ട് ചെയ്താൽ പോരെ. റിയാലിറ്റി ഷോ എന്ന് അതിനെ വിളിക്കരുത്, തീർച്ചയായും, മനസ്സിലായി? ഇപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് പറയും. അതിനകത്ത് ബോഡി സമർപ്പിച്ച് കഴിഞ്ഞ് തീരുമാനമായിട്ടേ വെളി വരുള്ളൂ. ഡെഡ് ഓർ അലൈവ്. നമ്മളീ കാണുന്ന ഈ കോമഡി ഷോ, റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുന്നതിലെല്ലാം ഇറ്റ്സ് നോട്ട് റിയാലിറ്റി ആക്ച്വലി. തെറ്റിക്കും, റീഷൂട്ട് ചെയ്യും. അവിടെയാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോ ചെയ്തിരുന്നു. ആ ഷോയ്ക്കകത്ത് നമ്മൾ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഷോയുടെ ഡിസൈനിങ് ടൈമിൽ ഇത്ര ടൈമേ കൊടുക്കുകയുള്ളൂ, അത്രയും ടൈമിനകത്ത്
ഈ തമാശ പറഞ്ഞ് തീർക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വരെയും മലയാള ടെലിവിഷനിൽ സ്കിറ്റ് എന്ന് പറയുന്നത് 20-22 മിനിറ്റാണ്. അതെ, 22 മിനിറ്റിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തമാശ ഫോമാവും. ഞാനതിന് സ്കിറ്റ് എന്ന് പറയില്ല, അത് ഡ്രാമയായിരുന്നു, നാടകമാണ്, ഹാസ്യ നാടകം ആയിരുന്നു. ഹാസ്യ നാടകത്തിൻ്റെ അവിടെയായിട്ട് തമാശകൾ വരുന്നു. അപ്പോൾ നമ്മുടെ ബേസിക് കോൺസെപ്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തത് എന്ന് പറയുന്നത് ഇതിനെ വലിച്ചടിപ്പിക്കുക എന്നുള്ളതാണ്. പരമാവധി 4 മിനിറ്റ്. ഈ 4 മിനിറ്റ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക. കാരണം നല്ല തമാശകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് കളയെന്ന് പറയുന്നത് ആ കലാകാരനോട് ചെയ്യുന്ന ക്രൂരതയായതുകൊണ്ട് നമ്മൾ അതിനകത്ത് കുറച്ച് റിലാക്സ് ആവും. പക്ഷെ ചെയ്യുന്ന ഒരൊറ്റ അടിക്ക് ചെയ്തോണം. അതെ, മനസ്സിലായോ? അതിന്റെ സമ്മാനത്തുകയും വലുതാണ്. കാരണം ഇത്രയും അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ 22 മിനിറ്റ് ഹാസ്യ നാടകത്തിനകത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം കൂടെ 4 മിനിറ്റിനകത്ത് വരും. ഒന്ന്, നമ്മളുടെ ഈ കാഴ്ചകളുടെ സംസ്കാരം മാറി, കാഴ്ചശീലം മാറി. ഇപ്പം ഡോപ്പമിൻ ട്രിഗറാക്കുന്ന റീൽസും സാധനവും ഒക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് 22 മിനിറ്റ് മനുഷ്യരിരുന്ന് കാണില്ല. മനുഷ്യർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ടെലിവിഷൻ തുടങ്ങുന്ന സമയത്ത് ജനിച്ച കുട്ടികൾക്ക് ഇപ്പം 24 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. അവർക്ക് ഈവൻ ഞാൻ ചെയ്തിരുന്ന ഷോസ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അവർക്കൊപ്പം നമുക്ക് പോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ എന്താ പറയുന്നത്, ഈ കാഴ്ചകളുടെ രീതി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ചെറിയ സമയമില്ല ആളുകൾക്ക്. ഇത് കണ്ടിരുന്ന് ഒരു തമാശ വരുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ വലിച്ചടുപ്പിച്ചു. ഇറ്റ് വാസ് എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കേരള ടെലിവിഷനകത്തുള്ള ബാക്കി ചാനലുകളെല്ലാം അത് ഫോളോ ചെയ്യേണ്ടി വന്നു. ആ ഫോർമാറ്റിലേക്ക് തിരിഞ്ഞു വന്നു. കാരണം അതിനുശേഷം പിന്നെ ഈ 22 മിനിറ്റ് ചെയ്തവരെല്ലാം പരാജയപ്പെട്ടു. കാര്യം നമ്മൾ ട്രാക്കിനെ മാറ്റി വിട്ടു കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ആണ് ചെയ്തത്. പണ്ടൊരു പ്രമുഖ ചാനൽ ഓഗ്മെന്റഡ് റിയാലിറ്റി അവതരിപ്പിച്ചതുപോലെ. ഈ ടെലിവിഷനകത്ത് നമ്മൾ പിന്നെ വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുകയൊന്നുമില്ല. കാര്യം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോടെയൊക്കെ വിഷയങ്ങളുണ്ടായിരിക്കും. ഇവരൊന്നും പറയത്തില്ല, അങ്ങോട്ട് അവരങ്ങനെ ഇപ്പോൾ എടുക്കണ്ട ക്രെഡിറ്റ് എന്ന് വിചാരിക്കും. പക്ഷെ ഇത് നമ്മളുടെ കാഴ്ചയുടെ രീതികളെ മാറ്റിക്കളയും എന്നുള്ളതാണ്. ഇനി 22 മിനിറ്റുള്ള സ്കിറ്റ് കൊണ്ടുവന്നാൽ മലയാള ടെലിവിഷനകത്ത് ഓടത്തേ ഇല്ല. 4 to 6 ആണ്, അത് ഫിക്സായി. അതിനാൾക്ക് സമയമില്ല. ജോലിയുടെ ഇടയിൽ ഇങ്ങനെ എടുത്ത്, കാരണം മോസ്റ്റ്ലി ഓഡിയൻസ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. കാര്യം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ കയ്യിലാണ് ഇപ്പോൾ TV ഇരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് നോക്കാൻ പറ്റും. 22 മിനിറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മറ്റേ നോട്ടീസ് വരും, എന്ന് റിസൈൻ ചെയ്യും, പിരിച്ചു വിടണോ അതോ സ്വന്തമായിട്ട് രാജിവെക്കുമോ എന്നുള്ള നമ്മൾ അതും കൂടെ ആലോചിക്കണം.